സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് മാംഗോ ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാംഗോ മൂസും അതുപോലെ തന്നെ മാംഗോ മൽബയാണ്. വീട്ടിൽ തന്നെ നമുക്ക് മാംഗോ മൂസും അതുപോലെ മാംഗോ മൽബയും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമ്മൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് മാംഗോ മൂസും അതുപോലെ തന്നെ മാംഗോ മൽബയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇതാ 2 മാങ്ങയുടെയും തൊലിയൊക്കെ ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഒരു മീഡിയം പീസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നൊരു 2 വലിയ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ ചേർത്ത് നന്നായൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. മാങ്ങയുടെ മധുരം നോക്കിയ ശേഷം വേണം ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് അത്ര മധുരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാംഗോ എസൻസ് ആണ്. കാരണം എൻ്റെ മാങ്ങയ്ക്ക് അത്ര ഫ്ലേവറൊന്നുമില്ല, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാനും കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു മാംഗോ എസൻസ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/2 തൊട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ എസൻസ് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. ഒന്ന് അടിച്ച ശേഷം ഞാനൊരു 1/4 കപ്പ് മിൽക്കും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളും അതുപോലെ തന്നെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഇതിൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. ഞാൻ ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലേഡും അതുപോലെ തന്നെ ബൗളും ഫ്രീസറിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരം തണുപ്പിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് സ്ലോ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇത് വിപ്പിംഗ് ക്രീമൊക്കെ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വാനില ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അങ്ങനെ എന്താ 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ പകുതിയാണ് വാനില ഐസ്ക്രീമായിട്ട് തയ്യാറാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച ശേഷം ഇനി ഒരു 8 മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റോ നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു പകുതി പൾപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പാണ്. അതിനത് 2 ഗ്ലാസ്സിൽ ഞാനൊരു പകുതി മാംഗോ പൾപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മാംഗോ പൾപ്പും വിപ്പിംഗ് ക്രീമും കൂടി അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടാണ്. സെക്കൻഡ് ലെയറായിട്ട് നമുക്കിനി വിപ്പിംഗ് ക്രീമും കൂടി അടിച്ചു വെച്ചിട്ടുള്ളത് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ചേർക്കാം. എന്താ നമ്മുടെ മാംഗോ മൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത്. അതിനെന്താ നമ്മൾ മാംഗോ മൂസ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിശേഷ അവസരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് മാംഗോ മൂസ്.
അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. എന്താ വാനില ഐസ്ക്രീമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം സെറ്റായോ എന്നുള്ളത് നോക്കാം. ഇങ്ങനെ ക്ലീൻ ടാപ്പ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനത് ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ വാനില ഐസ്ക്രീം റെഡി ആയിട്ട്. ഇനി നമുക്ക് മാംഗോ മൽബ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. മാംഗോ മൽബ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഫലൂദ ഗ്ലാസ്സിലാണ്. ആദ്യം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ചേർക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർക്കേണ്ടത് ഹണിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ പീസസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് ചേർക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീമാണ് ചേർക്കേണ്ടത്. ഐസ്ക്രീമിന് ചുറ്റിയായിട്ട് നമുക്ക് കുറച്ച് മാംഗോ പീസസും കൂടി ചേർക്കാം. അങ്ങനെ മാംഗോ പീസസും ഐസ്ക്രീമിൻ്റെ മുകളിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് അല്പം ഹണിയും കൂടി ചേർക്കുന്നുണ്ട്. ഹണിയുടെയും വാനില ഐസ്ക്രീമിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ മാംഗോ മൽബയ്ക്ക് കിട്ടുന്നത്. ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ മാംഗോ മൽബയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മാംഗോ ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല 2 ഡെസേർട്ടാണ് മാംഗോ മൂസും അതുപോലെ തന്നെ മാംഗോ മൽബയും. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള മാംഗോ മൂസും അതുപോലെ തന്നെ മാംഗോ മൽബയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.